ചേച്ചി, ലിയോ, ലിയോ, എന്തു പറ്റി? വണ്ടിക്ക് സമയായി, പോകുന്നില്ലേ? ലിയോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അഗസ്ത്യ ചായൻ പറഞ്ഞതുകൊണ്ടാണോ നീ ഗോഡ്വിൻ ചേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കറിയാം, ചേച്ചി ഇപ്പോഴും ഗോഡ്വിൻ ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ഇച്ചായന്റെ വാക്ക് കേട്ട് പണ്ട് നടന്ന സംഭവത്തിന്റെ പേരിലാണ് നീ നിന്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതെങ്കിൽ ലിയോ, ആ സംഭവത്തിൽ ഗോഡ്വിൻ ചേട്ടൻ നിരപരാധിയാണ്. ചതിച്ചത് നമ്മുടെ ഇച്ചായൻ. ഒരു ലിഫ്റ്റ് തരോ? വളരെ അത്യാവശ്യം, പ്ലീസ്. എന്നെ കാത്ത ഒരാൾ നിൽക്കുന്നുണ്ടാ. നീ വണ്ടി കൊണ്ടിരിക്കോ, വൈകിട്ട് വീട്ടിലെത്തിച്ചാൽ മതി. ഓക്കെ, താങ്ക്സ് സാർ. ഓക്കേടാ. ലിയോണേ, ആരാ നോക്കിയേ? ഞാൻ നോക്കാം, നീ അത് വയ്ക്കോ. ആരാ അഗസ്ത്യ അപ്പുറത്ത്? എന്റെ ഫ്രണ്ടാ അമ്മച്ചി. വാ, നീ വന്നേ വാ. കുഞ്ഞുമോനെ ചതിക്കലടാ, പ്ലീസ്. ചതിച്ചു നിശ്ചയനല്ലേ എന്നെ? പറ്റിപ്പോയതാടാ. ദുബായിലേക്ക് പോകാൻ ടിക്കറ്റിന് പൈസ ഇല്ലാതെ വന്നപ്പം, വേറൊരു ഗതിയില്ലാതെ വന്നപ്പം ചെയ്തു പോയതാടാ. അതിന് ഞാൻ എന്ത് പഠിച്ചു? എന്നെ പോലീസ് തടയുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഞാനിവിടെ വന്ന് ഓടി മടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് നിശ്ചയം പറ. എന്റെ പേരും പറഞ്ഞ് പോലീസ് വീട്ടിൽ കിടന്ന് ഇറങ്ങും. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എന്നെ കാണിച്ചു കൊടുത്താ ഞാൻ പിടിക്കപ്പെടും. എന്റെ ദുബായ് പൊക്കും മുടങ്ങും. അതോടെ തീർന്നടാ. ഞാനും എന്റെ കുടുംബവും, സുഖമില്ലാത്ത ചാച്ചൻ, പിന്നെ അമ്മച്ചി, ഇവരെല്ലാം ഞാൻ കാരണം വഴിയാതാരായി പോവണം. പ്ലീസ്, നീ എന്നെ രക്ഷിക്കടാ, പ്ലീസ്. നിങ്ങളാണോ തോമസ്? അതെ സാർ. സാറേ, അവനൊരു പാവ. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. എന്റെ മോൻ നിരപരാധിയാ. അവൻ ചെയ്തിരിക്കുന്ന കുറ്റം നിസ്സാരല്ല. 5 ലക്ഷം രൂപയുടെ കള്ളനോട്ടാ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കണേ. തൽക്കാലം നീ ഒന്ന് പിടികൊടുക്ക്. നിന്നെ രക്ഷിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. കുഞ്ഞുമോനെ, നിനക്കൊന്നും പറ്റില്ല. ഞാനല്ലടാ പറയുന്നത്. ദാ വരുന്ന അമ്മച്ചി. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. നിന്നെ ഞാൻ പുറത്തിറക്കും. നീ ഇപ്പൊ പോ. ചെല്ലടാ, പ്ലീസ്. ചിലപ്പോ നമ്മുടെ കുടുംബത്തിന്റെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് തോന്നിയ ദയ, അല്ലെങ്കിൽ നിന്നോട് തോന്നിയ സ്നേഹം, കുറ്റം ഏറ്റെടുത്ത് ശിക്ഷ വാങ്ങി ജയിലിൽ പോകാൻ ഗോഡ്വിൻ ചേട്ടനെ പ്രേരിപ്പിച്ചത്. പല പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് അയാളെ ഇഷ്ടമാണോന്ന്. പക്ഷെ നീ, ഞാൻ കേട്ടറിഞ്ഞ ലോകത്തെക്കാളും വലുതല്ല ലിയോ നീ കണ്ടറിഞ്ഞ ലോകം. എന്നിട്ടും മോളെ ലിയോണെ, നിനക്ക് കൊണ്ടുപോകാൻ ചപ്പാത്തി മതിയോ? നീ ഇപ്പോഴേ പോവാണോ? സമയമാവുന്നതല്ലേ ഉള്ളൂ. ഏട്ടൻ വന്നിട്ട് പോവാം. ബസ് സ്റ്റാൻഡ് വരെ അവൻ നിന്നെ കൊണ്ടുവിടുകയും ചെയ്യും. മോളെ, ഇവക്കിതെന്ത് പറ്റി? സമയമായി, ഞാൻ കേറട്ടെ. ഓക്കേടാ.